friends, you're watching AG Diaries by Akhil and Gopika. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്ന് നമ്മളൊരു ബിരിയാണി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് സൂപ്പറായിട്ടൊരു ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുന്ന എന്തായാലും ബാച്ചിലേഴ്സിനായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ മടി പിടിച്ച് ഇരിക്കുന്ന എന്നെ പോലുള്ള കുട്ടികൾക്കായിരിക്കും. അപ്പോൾ എന്താ, എല്ലാവരും ഇത് മസ്റ്റായിട്ട് ലാസ്റ്റ് വരെ കാണുക. ആൻഡ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ അടുത്തിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് ലാഗ് എടുപ്പിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. മെയിനായിട്ട് നമ്മുടെ സംഭവം ചിക്കൻ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ചിക്കൻ വേണം. ചിക്കൻ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്ത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തൊന്ന് വരഞ്ഞൊക്കെ വെക്കുക. കാരണം നമുക്ക് അകത്തോട്ടൊക്കെ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് വരഞ്ഞ് വെക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഉള്ളി വേണം. കുഞ്ഞുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 15 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ആ 15 ഉള്ളി ഇതുപോലെ ഒന്ന് 3ആയിട്ട് കുഞ്ഞാക്കുക. ആൻഡ് ഒരു ടൊമാറ്റോന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയാണ് ബേസിക്. അടുത്ത സംഭവം എന്ന് വെച്ചാൽ മസാലയാണ്. അതിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിറച്ചും. മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഹാഫ് മഞ്ഞൾപ്പൊടി, ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ആൻഡ് ഉപ്പാണ് സംഭവം. നമ്മളിത് മാരിനേറ്റ് ചെയ്യാനാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഹാഫ് ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് വെക്കാം. ആൻഡ് കുരുമുളക് പൊടി, അതും ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്യാനുള്ള മാത്രം മസാല. ആൻഡ് അടുത്ത മല്ലിയില നമുക്ക് ബിരിയാണി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മല്ലിയിലയും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സംഭവം എന്താ, നമ്മുടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അരി ഞാനിപ്പോൾ ഇവിടെ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് നെയ്യ്. ഇത്രയും സംഭവങ്ങളാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിരിയാണി ഉണ്ടാക്കുന്നതിന്. ഓക്കെ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനെ മാരിനേറ്റ് ചെയ്യാണ് ആദ്യത്തെ സംഭവം. അത് നമ്മൾ 1 മണിക്കൂർ വെച്ചേക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇവരെല്ലാവരെയും കൂടെ നമുക്ക് ചിക്കൻ്റെ മുകളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എല്ലാം ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് നമ്മൾ ചിക്കനിലൊന്ന് പിടിപ്പിച്ച് വെക്കണം. കാര്യം വെച്ചാൽ നല്ല ചിക്കനിലോട്ട് ടേസ്റ്റൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ കുക്കറിലിടുമ്പോൾ അതങ്ങ് ആ ടേസ്റ്റ് എല്ലാത്തോടെ മിക്സ് ആയിപ്പോൾ. നമ്മൾ ഇതിനകത്തൊരു ഹാഫ് ലെമൺ ചേർക്കണം കേട്ടോ, ഒരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അരി വീഴാണ്ട് സൂക്ഷിക്കുക. അരി നമ്മൾ ബിരിയാണിക്കകത്ത് ഇടുന്ന പിന്നെ ഒരു കയ്പ്പുണ്ടാവും. അപ്പോൾ അരി വീഴാണ്ട് നോക്കുക. എന്നിട്ട് ഒരു ഹാഫ് ലെമൺ എടുത്ത് അതും ചേർത്ത് ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ നന്നായിട്ട് വരഞ്ഞ് വെച്ച പോർഷനിലൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സായി എല്ലായിടത്തും ഒക്കെ ആയിട്ടുണ്ട്. സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇവരെ നമുക്ക് എടുത്താൽ മതി. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. നെക്സ്റ്റ്, ഇനി നമ്മുടെ അരി എടുക്കാം. ഞാനിവിടെ ജീര റൈസാണ് എടുത്തത്, നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് ബേസിക്കലി ജീര റൈസ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ജീര റൈസ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് റൈസാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ വേവൊക്കെ കാണിക്കുന്നത് ജീര റൈസിൻ്റെ ആണ്. ഇതാകുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും. നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്ത് വെക്കുക. മീൻസ് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് അരിയെടുത്ത് മാറ്റി വയ്ക്കുക. 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക. ദെൻ നമ്മുടെ കുക്കർ എടുത്ത് വയ്ക്കുക. നമ്മുടെ മെയിൻ സംഭവം, കുക്കറിനെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഗീ, ബട്ടറിന്ന് വന്നത് ഗീ 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. ഗീ ഒന്ന് അലിയാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. കുക്കറൊക്കെ നമ്മുടെ എടുക്കുന്ന അരിക്കനുസരിച്ചുള്ള കുക്കർ എടുക്കണം കേട്ടോ. ഇനി വരുമ്പോഴേക്കും നമ്മുടെ റൈസ് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ്. വെള്ളത്തിൻ്റെതുകൊണ്ടായിരിക്കും കണ്ടന്റ് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആ സാരമില്ല, അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആലോചിക്കുന്നില്ല ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മളൊന്ന് ഈ ഗീയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ബിരിയാണി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഒട്ടി അരികൾ തമ്മിൽ ഒട്ടിയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തായാലും തോന്നും ഈ നമ്മൾ ചിക്കനും ബിരിയാണിയോട് ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പോകാൻ ചാൻസ് ഇല്ലെന്ന്. അപ്പം അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിതിപ്പോൾ ഇളക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് വെച്ചാൽ അരികൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിയാണ് ഇരിക്കുന്നത്. ആ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് അരികൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. അപ്പം അത് മാറുന്ന വരെ നമ്മളൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ മാറും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ശരിയാവും. ഒരുപാട് തീ കൂട്ടിയിടല് മീഡിയം ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് നന്നായിട്ട് കണ്ടോ, ഇപ്പോൾ ഒട്ടൽ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടത്തില്ല. നന്നായിട്ട് അതിങ്ങനെ ഓരോ റൈസും ഇങ്ങനെ സെപ്പറേറ്റ് വരുന്ന കണക്കാവും. അതുവരെ നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒത്തിരി വെള്ളം കൂടിപ്പോയാലും വിഷയം ഉണ്ടാവത്തില്ല ബിരിയാണിയിൽ. ഇപ്പം അതാ നന്നായിട്ട് നിന്നിട്ടുണ്ട്. ഓരോ റൈസും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വരെ ചെയ്യാം. ഒരുപാട് നേരം എണ്ണയിലിട്ട് മൂപ്പിക്കരുതെങ്കിൽ അരി ഭയങ്കരമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിപ്പോൾ അങ്ങനെ ആവരുത്. ഇത്രയും. എന്നിട്ട് നമ്മുടെ ആ കുക്കർ തന്നെ അരി മാറ്റി വെച്ചിട്ട് കുക്കർ വീണ്ടും എടുത്ത് ചൂടാക്കുക. വീണ്ടും 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിക്കാം. വീണ്ടും ആ ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നല്ല മണമൊക്കെ വരുന്നുണ്ടോ. അപ്പം നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്തെടുക്കുക. അതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ചെറുതായിട്ട് അരിയണമെന്ന് പറഞ്ഞിട്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ബിരിയാണിയിൽ ഇടുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഉള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഓക്കെ, എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിനകത്തോട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കട്ടെ. അത് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കണം. പിന്നെ ചില്ലി പൗഡർ, ഇതിപ്പോൾ കാശ്മീരി ചില്ലി അല്ലാത്ത എരിയുള്ള ചില്ലി പൗഡർ, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ചില്ലി പൗഡറാണ്. അതും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ആൻഡ് ഗരം മസാല അതും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ സോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഉള്ളിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ചിക്കനിലുള്ള നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർക്കണ്ട. ഓക്കെ, ഇത്രയും ചേർത്ത് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കരിയാണ്ട് നോക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാൻ. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. നമ്മൾ ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ട് വഴട്ടാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴട്ടാം. എന്നിട്ട് നമ്മൾ കുക്കറിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കുറച്ച് നേരം. കാര്യം എന്ന് വെച്ചാൽ ആ ടൊമാറ്റോയിലെ ജ്യൂസൊക്കെ വന്നിട്ട് നന്നായിട്ട് ഉള്ളി ഒന്ന് വേവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ഇത് നന്നായിട്ട് വെന്ത് ടൊമാറ്റോയിലെ ജ്യൂസൊക്കെ വന്ന ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫുൾ പീസസ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പീസസ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിനെ ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചേർത്ത ഉള്ളി, ടൊമാറ്റോ അതും ഈ ചിക്കനും കൂടെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒരുപാടങ്ങ് വേവണ്ട. അതിന് മുന്നേ നമുക്ക് അരിയൊക്കെ ഇടേണ്ടതുണ്ട്. ചിക്കൻ ഒരുപാട് കുക്കായി പോകാനും പാടില്ല. അത് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വെള്ളം ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കണം. വെള്ളവും ഉപ്പും നമ്മൾ ഇതിൽ ഇച്ചിരി കൂടുതലായിട്ട് വേണം ആഡ് ചെയ്യാൻ. കാര്യം വെച്ചാൽ വെള്ളം നമുക്ക് ആ അരി വേകാൻ വേണ്ടിയുള്ള വെള്ളവും കൂടെ നമ്മൾ ഇതിൽ ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ ചേർക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടുതലായിട്ട് വേണം നിൽക്കാനായിട്ട്. ഉപ്പ് ഒത്തിരി കൂടുതലായിട്ട് ഇരിക്കണം. എന്ന് വെച്ചാൽ അരിയിൽ ആ ഉപ്പ് പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ചിക്കനിൽ ഇല്ലാന്ന് തോന്നും. ആൻഡ് തൈര് 1/4 കപ്പ് തൈരാണ് ഞാൻ എടുത്തത്. ഇത് പുളിയുള്ള തൈരായതുകൊണ്ടാണ്. നിങ്ങൾക്ക് പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ കുറച്ചുകൂടെ തൈര് എടുക്കാം. തൈര് ഒഴിക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലിയിലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഫൈനലി നമ്മുടെ അരിയേക്കാളും കൂടുതലായിട്ട് വേണം വെള്ളം നിൽക്കാൻ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇതുപോലെ അരിയേക്കാളും മുകളിലായിട്ട് വെള്ളം നിൽക്കണം. കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമുക്ക് പിന്നീട് അതിനൊന്ന് കുക്കർ തുറന്നതിന് ശേഷം വേണമെങ്കിൽ അത് ഇച്ചിരി നേരം വെച്ചിരിക്കുമ്പോൾ അതങ്ങ് ഡ്രൈ ആയിക്കോളും. പക്ഷേ വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല. കാര്യം വെച്ചാൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുക്കറിനകത്ത് അടച്ചു വെക്കുകയല്ലേ. അപ്പോൾ അരി കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇത്തിരി കൂടുതലായിട്ട് തന്നെ നമ്മൾ എപ്പോഴും വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മുകളിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട്. സംഭവം ഇത്ര ആക്കിയതിന് ശേഷം നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തെടുക്കും. ഞാനിവിടെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ബിരിയാണി മസാലയൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തത്. പക്ഷേ കുക്കർ അടച്ച് 1 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വിസിലൊക്കെ കേട്ടിട്ടുണ്ട്. വിസിൽ കേട്ടാൽ ഫുൾ സ്റ്റീമും പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാവൂ. ഫുൾ സ്റ്റീമും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണിക്കകത്ത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.